നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പതിവ് പോലെ ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്നലെയാണ് നമുക്കറിയാം IPL വിജയാഘോഷത്തിനിടെ വിരാട് കോഹ്ലിയെയും ബാംഗ്ലൂർ ടീമിനെയും കാണാനെത്തിയ ആരാധകരിൽ 11 പേർക്ക് ദുരന്തത്തിൽ മരണം സംഭവിച്ചത്. 47ഓളം ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അവർക്ക് അപകടാവസ്ഥ തരണം ചെയ്തു എന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ പ്രധാനപ്പെട്ട ആശ്വാസകരമായ വാർത്ത. മജിസ്ട്രേറ്റിൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സമഗ്രമായ അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. കർണാടകയിൽ വലിയ രാഷ്ട്രീയ വിവാദമായി ഈ സംഭവം മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട് ഇന്ന് പ്രേക്ഷകർക്കായി നൽകാൻ. നമുക്ക് ആദ്യം നാട്ടിൽ എന്തുണ്ട് അതിലേക്ക് പോകാം. ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ലോക പരിസ്ഥിതി ദിനം. ഭൂമി കൂടുതൽ ഹരിതാഭമാകണമെന്നും ജലം കണ്ണാടി പോലെ തെളിയണമെന്നും വായു സുഗന്ധപൂരിതമാക്കണമെന്നും ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്ന കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കാടിറങ്ങുന്ന വനിത മുതൽ കപ്പൽ ദുരന്തം വരെ കേരളത്തെ വിറങ്ങലിപ്പിക്കുന്ന സാഹചര്യത്തെയാണ് മലയാളി അഭിമുഖീകരിക്കുന്നത്. സ്വയം വെടുത്തിവെക്കുന്നതും പ്രകൃതി നൽകുന്ന തിരിച്ചടികളുമായി ഒരുപാട് ജീവിതങ്ങൾ കെട്ടുപോകുന്നുണ്ട്. ഇവിടെയാണ് പ്രത്യാശ എന്ന പദം ഈ പരിസ്ഥിതി ദിനത്തിൽ വെളിച്ചമായി നമുക്ക് മുന്നിൽ തെളിയുന്നത്. ഇടാം ഒരു വിത്ത്, നനച്ചു വളർത്താം അതിൻ്റെ പൊടിപ്പിനെ, പിന്നീടത് തണൽ വിരിക്കും, നമ്മൾ കരിഞ്ഞു പോകാതെ കാത്തിരിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ വ്യത്യസ്തമായ ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിനെ കുറിച്ച് നമുക്കറിയാം. ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞതുമായ നിരവധി പ്രമുഖർ നട്ട് ജീവജലം പകർന്ന നിരവധി വൃക്ഷങ്ങൾ ഈ ക്യാമ്പസിൽ തണലും ഊർജവും പകർന്നു നൽകുന്നുണ്ട്. ആ ക്യാമ്പസിലേക്ക് നമുക്കൊന്ന് പോകാം. നെയ്യാറ്റിൻകര നൂറുൽ ഇസ്ലാം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദന്തൽ കോളേജിന്റെയും നിംസ് ആശുപത്രിയുടെയും ക്യാമ്പസിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുള്ള മഹാരഥന്മാർ നട്ട് ജീവജലം പകർന്ന വൃക്ഷങ്ങളാണ് വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, സ്വാതന്ത്ര്യ സമര സേനാനി KE മാമൻ, ഗാന്ധിയൻ ഗോപിനാഥൻ നായർ, AK ആന്റണി, ഡോക്ടർ N കലാസെൽവി, ജസ്റ്റിസ് P സദാശിവം, പത്മശ്രീ പാറശാല പൊന്നമ്മാൾ, പത്മശ്രീ തിലകൻ, വിവിധ മന്ത്രിമാർ തുടങ്ങിയവർ നട്ട ഫലവൃക്ഷങ്ങളാണ് ഇവയൊക്കെ. വിവിധയിനം പ്ലാവ്, മാവ്, മാതളം, പേര, കണിക്കൊന്ന ഉൾപ്പെടെയുള്ള ചെറുവൃക്ഷങ്ങളും ക്യാമ്പസിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. ക്യാമ്പസിലെ പാർക്കിംഗ് സ്ഥലം മുതൽ ഓരോ വൃക്ഷത്തൈകളും നട്ട പ്രമുഖരുടെ പേരുകളും നട്ട കാലവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറന്നിറങ്ങുന്ന പക്ഷികൾക്ക് കൂടൊരുക്കാനും പഴങ്ങൾ ഭക്ഷിച്ചു മടങ്ങാനും ആകും എന്നതും പ്രത്യേകതയാണ്. 2008 നിംസ് മാനേജിംഗ് ഡയറക്ടർ MS ഫൈസൽ ഖാന്റെ നേതൃത്വത്തിൽ താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടായിരുന്നു ഈ ആശയത്തിന് തുടക്കമിട്ടത്. ഇവിടെ വന്നിട്ടുള്ള മഹാരഥന്മാരെല്ലാവരും തന്നെ ഇവിടെ ഒരു ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷം നട്ട് അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ തെളിവാക്കി പോയിട്ടുള്ളവരാണ്. അതിൽ പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. എന്നാൽ പോലും അവരുടെ ഓർമ്മ പോലെ തന്നെ ജ്വലിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ നമ്മുടെ ആശുപത്രിയുടെ മുന്നിൽ തന്നെ ഒരുപാടെണ്ണം കാണാം. അവ നൂറ്റാണ്ടുകളോളം നമ്മൾ പറഞ്ഞ മഹാരഥന്മാരെല്ലാം പോയതിന് ശേഷവും നൂറ്റാണ്ടുകളോളം ഇനി വരുന്ന തലമുറയ്ക്കും അവരുടെ ഓർമ്മയുടെയും കരുതലിൻ്റെയും പ്രതീകമായി എന്നെന്നും നിലകൊള്ളുന്നു. പുഴ നടത്തം, പുഴയോരത്തെ സംരക്ഷിക്കുന്നതിന് കണ്ടൽ ചെടികൾ നട്ടുവളർത്തൽ തുടങ്ങിയവ നിംസ് ഹരിതകത്തിന്റെ ഭാഗമായി. ആശുപത്രിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിന്റെ രക്ഷിതാക്കൾക്കും കുഞ്ഞുമായി വീട്ടിൽ മടങ്ങുമ്പോൾ ഓരോ ഫലവൃക്ഷ തൈകൾ നൽകുന്ന കാര്യത്തിലും നിംസ് ഹരിതകം പദ്ധതി ശ്രദ്ധിച്ചു. ഇത്തരത്തിൽ 50,000-ലധികം വീടുകളിൽ തന്റെ കുഞ്ഞിനോടൊപ്പം ഓരോ വൃക്ഷത്തൈകളും വളരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പരിസ്ഥിതി ദിനത്തിൽ നടാനുള്ള തൈകൾ സൗജന്യമായി നൽകുന്ന കോഴിക്കോട് കാരശ്ശേരി സ്വദേശി പൊയിൽ അബ്ദുറഹ്മാൻ ഇത്തവണയും പതിവ് തെറ്റിക്കുന്നില്ല. തൈകൾക്കായി എത്തുന്നവരും ബഡ്ഡിംഗ് കൃഷിരീതിയും പഠിപ്പിച്ചാണ് ഇവരെ മടക്കി അയക്കുന്നത്. ഒരു മാവിൽ 80-ലധികം വെറൈറ്റി മാങ്ങകൾ കൃഷി ചെയ്ത് പ്രശസ്തനായ കർഷകൻ കൂടിയാണ് അബ്ദുറഹ്മാൻ. സ്കൂളുകൾ, പള്ളികൾ, വിവിധ സംഘടനകൾ തുടങ്ങി ആർക്കും അബ്ദു തൈകൾ സൗജന്യമായി നൽകും. പക്ഷേ ഒറ്റ കണ്ടീഷൻ: കൊണ്ടുപോകുന്ന തൈകൾ കൃത്യമായി പരിപാലിക്കണം. ഓരോ വർഷവും തൈകൾ കൊണ്ടുപോകുന്നവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറുമെല്ലാം അബ്ദു വാങ്ങിവെക്കും. കൊണ്ടുപോയ തൈകളെല്ലാം പരിപാലിക്കുന്നുണ്ടോ എന്ന കാര്യം ഇടയ്ക്ക് പരിശോധിക്കുകയും ചെയ്യും. പൊതുസ്ഥലങ്ങളിൽ തൈ നടാനുള്ള തൈകൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് ഓരോ സംഘടനകൾക്കല്ല, വ്യക്തികൾക്കല്ല കൊടുക്കുക. പിന്നെ ബഡ്ഡിംഗ് ക്രാഫ്റ്റിങ്ങിന്റെ ക്ലാസ് ഉണ്ടാവും. പിന്നെ കൃഷിനെ പറ്റി ആരോഗ്യരംഗം, കൃഷി അതിനുള്ള കാര്യങ്ങൾ
ഇപ്പം ഇന്ന് ഡോക്ടർ നാരായണൻകുട്ടി വാര്യരാണ് ക്ലാസ് എടുത്തത്. പിന്നെ മാവിനെ പറ്റി ക്ലാസ് എടുത്ത് MS കോട്ടയിൽ. ഇങ്ങനത്തെ കർഷകരൊന്ന് ക്രോഡീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കാനുള്ള എന്തെങ്കിലും സംഭവം അത്ര തന്നെ. 10 വർഷമായി തൈകൾ വിതരണം ചെയ്യുകയാണ് അബ്ദുറഹ്മാൻ. വിവിധ തണൽ മരങ്ങളും ഫലവൃക്ഷ തൈകളായ ചാമ്പ, റംബൂട്ടാൻ, മാവ് തുടങ്ങിയ തൈകളാണ് വിതരണം ചെയ്യുന്നത്. വിവിധ കൃഷികളെക്കുറിച്ചുള്ള വിദഗ്ധരുടെ ക്ലാസുകളും ബഡിംഗ് പരിശീലനവും തൈ വിതരണവുമെല്ലാം ഇത്തവണയും വിപുലമായി നടത്തി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നിരവധി പേർ ക്ലാസുകളിൽ പങ്കെടുത്തു. ടൂറിസം വകുപ്പിന്റെ കയാക്കിംഗ് മാധ്യമ പുരസ്കാരത്തിൽ മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം ലഭിച്ച റഫീഖ് തോട്ടുമുക്കത്തെയും ആദരിച്ചു. MVR ക്യാൻസർ സെന്ററിലെ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാവ് കൃഷിയിൽ വിദഗ്ധനായ MS കോട്ടയിൽ മാവിൻ കൃഷിയെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു. ന്യൂസ് 18 കാരശ്ശേരി. മഴക്കാല വിളകളുടെ കൃഷിക്ക് മുന്നോടിയായുള്ള ക്യാമ്പയിന് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തുടക്കമായി. ഇതിന്റെ ഭാഗമായി വിവിധ കൃഷി ഭവനുകളുടെ കീഴിലെ കർഷകർക്ക് പരിശീലനം നൽകും. പുതിയ കണ്ടുപിടുത്തങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയും അവരുടെ ആശയങ്ങൾ സ്വീകരിക്കുകയുമാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. കേന്ദ്ര വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ ഭാഗമായാണ് കൃഷി. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ക്യാമ്പയിൻ. മെയ് 29 മുതൽ ജൂൺ 12 വരെ KVKയ്ക്ക് കീഴിലുള്ള 95 കൃഷിഭവനുകളിൽ ക്യാമ്പയിൻ നടപ്പാക്കും. ഓങ്ങല്ലൂർ, പട്ടാമ്പി കൃഷിഭവനുകളിലെ കർഷകർക്കായാണ് പരിശീലനവും കർഷക ശാസ്ത്ര മുഖാമുഖവും സംഘടിപ്പിച്ചത്. RARS മേധാവി ഡോക്ടർ P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയിലൂടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക, അവരുടെ ആശയങ്ങൾ സ്വീകരിച്ച് കൃഷി നടപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സയൻറ്റിസ്റ്റുകൾ മുഖേനയും കേരള കാർഷിക സർവകലാശാലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴിയും ആത്മയും കൃഷി വകുപ്പും സഹകരിച്ച് ഈ പദ്ധതി കർഷകരിലേക്ക് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവരിൽ നിന്നും തിരിച്ച് റിസർച്ചബിൾ ഇഷ്യൂസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ഒരു പ്രാവർത്തികമാക്കുക എന്നതുമാണ് ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത്. മത്സ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പുതിയ ടെക്നോളജി കർഷകരെ പരിചയപ്പെടുത്തുക, അതുവഴി കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഒരുക്കുകയും ചെയ്യുന്നു. വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ ഭാഗമായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും ഇതിൻ്റെ ഭാഗമാവുകയാണ് KVK പട്ടാമ്പിയിലൂടെ. ഞാൻ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഫിഷിനെ പിടിക്കാനും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും പഠിക്കുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ഗവേഷണം ചെയ്യുന്ന സ്ഥാപനമാണ്. ആദ്യ ദിനത്തിൽ കുലുക്കല്ലൂർ, തിരുവേഗപ്പുറ, കൊപ്പം, വിളയൂർ എന്നീ കൃഷിഭവനുകളിലാണ് പരിശീലനം നടന്നത്. പച്ചക്കറി ഉൽപ്പാദനം, പഴം, പച്ചക്കറി സംസ്കരണം എന്നിവയും നടപ്പാക്കും. ന്യൂസ് 18 പട്ടാമ്പി. വനം വകുപ്പിന്റെ ട്രീ ബാങ്കിംഗ് പദ്ധതിക്കെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പദ്ധതിയിലൂടെ കാർഷിക ഭൂമി വനവൽക്കരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ആരോപണം. സ്വകാര്യ ഭൂമിയിലെ വൃക്ഷാവരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ട്രീ ബാങ്കിംഗ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ ഇടുക്കിയിലെ കർഷകരിൽ നിന്ന് ചന്ദനമരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 15 വർഷം മരം പരിപാലിക്കുന്നതിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും പിന്നീട് ചന്ദനമരങ്ങൾ മുറിച്ച് വിൽക്കാമെന്നുമാണ് പ്രഖ്യാപനം. എന്നാൽ സമാന രീതിയിൽ വനം വകുപ്പ് മുൻപ് പ്രഖ്യാപിച്ച പല പദ്ധതികളും പിന്നീട് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയും, ഈ ചന്ദന മരങ്ങൾ നിങ്ങൾക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തന്ന് ഇവിടെ ചന്ദന മരം മുറിച്ചു മാറ്റുന്നതിനുള്ള എല്ലാ സഹായങ്ങളും തരുമെന്ന് ഒരു വശത്ത് പറയുകയും ഭാവിയിൽ ഈ നിയമങ്ങൾ മാറ്റിപ്പറിച്ചുകൊണ്ട് സംരക്ഷിത വനമാണ് ഇവിടെയുള്ളത്. ചന്ദനം എന്ന് പറയുന്നത് സംരക്ഷിത വനമാണ്. ഇവിടെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഗൂഢ പദ്ധതി ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ കാര്യം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. വനം വകുപ്പിൻ്റെ ഈ പദ്ധതി ഈ ഗൂഢ ഉദ്ദേശത്തോട് നടത്തുന്ന ഈ പദ്ധതിയിൽ ചെന്ന് ചാടി ജനങ്ങൾ വഞ്ചിതരാകരുത്, കൃഷിക്കാർ വഞ്ചിതരാകരുത്. ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായി ഈ പദ്ധതി കൊണ്ടുവരുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾ വഞ്ചിതരാകരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുക. 73% വനാവരണമുള്ള ഇടുക്കിയിൽ വീണ്ടും വനാവരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സമ്പൂർണ്ണ വനവൽക്കരണമാണെന്നാണ് ആരോപണം. ചന്ദനം പോലെ അതീവ പ്രാധാന്യമുള്ള മരങ്ങൾ കൃഷിഭൂമിയിൽ പരിപാലിക്കാൻ കർഷകരെ ആകർഷിക്കുന്നതും പിന്നീട് നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ആരോപണമുയരുന്നു. ന്യൂസ് 18 ഇടുക്കി. ദിനത്തോടനുബന്ധിച്ച് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് ശില്പശാല നടത്തിയത്. സാമൂഹ്യ വനവൽക്കരണം. വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ വെള്ളവും ഭക്ഷണവും ഒരുക്കുകയാണ് ലക്ഷ്യം.
വനംവകുപ്പിന്റെ മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വിത്തുണ്ട നിർമ്മാണമാണ് ഇത്. ഫീഡ് ബോളുകൾ നമ്മൾ മണ്ണും ചാണകവും ഉമിയൊക്കെ ചേർത്ത് കുഴച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾ നിശ്ചിത സ്ഥലങ്ങളിൽ വനമേഖലയിൽ ശോഷണം സംഭവിച്ച വനമേഖലകളിലും തീ കത്തിപ്പോയ വനവിഭാഗങ്ങളിലും അതുപോലെ വിദേശ സസ്യങ്ങളുടെ ആധിക്യം മൂലം മറ്റ് സസ്യങ്ങൾ വരാതെ വിദേശ സസ്യങ്ങൾ റിമൂവ് ചെയ്ത സ്ഥലങ്ങളിലും ഈ വിത്തുണ്ട പ്രയോഗം നടത്തി കൂടുതൽ ഹരിതാപമാക്കി മൃഗങ്ങൾക്ക് കാടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും നൽകുക. അതോടൊപ്പം തന്നെ വന്യമൃഗശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുക. വന്യമൃഗങ്ങൾ ഭക്ഷണത്തിന് വനത്തിന് പുറത്തോട്ട് വരുന്ന ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഫലമായി നടപ്പാക്കുന്ന വനത്തിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പുതിയ രീതിയായ വിത്തുണ്ട നിർമ്മാണവും വനപാലകർ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോസഫ് വർഗീസ് ക്ലാസ് നയിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KC ആനന്ദൻ അധ്യക്ഷനായി. ന്യൂസ് 18 ഇടുക്കി. ദേവികുളം താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തി. മൂന്നാർ, മാങ്കുളം, ആനവിരട്ടി വില്ലേജുകളിലാണ് സംഘമെത്തിയത്. NDRF ഇൻസ്പെക്ടർ പ്രശാന്ത് G ചീനാത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘം വിവിധയിടങ്ങളിലെ സ്ഥിതി വിലയിരുത്തിയത്. കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ദേവികുളം താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തിയത്. മൂന്നാർ, മാങ്കുളം, ആനവിരട്ടി വില്ലേജുകളിലാണ് സംഘമെത്തിയത്. NDRF ഇൻസ്പെക്ടർ പ്രശാന്ത് ചീനാത്തിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം ദേവികുളം തഹസിൽദാറുമായും NDRF ഇൻസ്പെക്ടർ പ്രശാന്ത് ചീനാത്തിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം ദേവികുളം തഹസിൽദാറുമായി കൂടിക്കാഴ്ച നടത്തി. തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവരോടൊപ്പം വിവിധ മേഖലകൾ സേനാംഗങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മൂന്നാർ വില്ലേജിലെ അന്തോണിയാർ കോളനി, 26 മുറി, MG കോളനി, ലക്ഷം കോളനി, മൂന്നാർ ഗ്യാപ്പ് റോഡ്, മാങ്കുളം വില്ലേജിലെ ആനക്കുളം, പെരുമ്പംകുത്ത്, 6 മൈൽ, താളുംകണ്ടം, മാങ്കുളം, KSEB ജലവൈദ്യുത പദ്ധതി, ആനവിരട്ടിയിലെ ദേശീയപാത, കോട്ടപ്പാറ കോളനി എന്നീ പ്രദേശങ്ങളിൽ സംഘം പരിശോധന നടത്തി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ അത് നേരിടാൻ 33 അംഗ സംഘമാണ് തമ്പടിക്കുന്നത്. കഴിഞ്ഞ മാസം ഇടുക്കിയിലെത്തിയ സംഘം വെള്ളപ്പാറയിലെ വനം വകുപ്പിന്റെ ഡോർമെട്രിയിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഉറപ്പുള്ള റോഡിന്റെ അഭാവത്തിൽ ഓക്സിജൻ ഇല്ലാത്ത ഓക്സിജൻ പ്ലാന്റുമായി ഇടുക്കി മെഡിക്കൽ കോളേജ്. പ്ലാന്റിലേക്ക് ഓക്സിജനുമായി വാഹനമെത്താൻ ആവശ്യമായ റോഡ് നിർമ്മിക്കാത്തതാണ് കാരണം. ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ച കമ്പനിയുടെ കരാർ വ്യവസ്ഥകളും അടുത്ത മാസത്തോടെ അവസാനിക്കും. 2 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ സൗകര്യപ്രദമായ റോഡ് വേണം. പ്ലാൻ പൂർത്തിയാക്കിയ ശേഷം 10,000 ലിറ്റർ ഓക്സിജനുമായി ടാങ്കർ എത്തിയെങ്കിലും മെഡിക്കൽ കോളേജിൽ കയറാൻ കഴിയാതെ വാഹനം തിരികെ പോയിരുന്നു. ഇത് വൻ വിവാദമായിരുന്നു. നിരവധി തവണ മെഡിക്കൽ കോളേജ് അധികൃതരെ നിർമ്മാണ കമ്പനി നോട്ടീസ് നൽകി കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചില്ല. ഓക്സിജൻ പ്ലാന്റുകാരുമായിട്ടുള്ള കരാർ അടിസ്ഥാനത്തിൽ ഈ ഒക്ടോബർ മാസം ഇവരുടെ കാലാവധി തീരുക. കാരണം ഒക്ടോബർ മാസത്തിന് മുമ്പ് ഈ റോഡ് സജ്ജമായി അവർക്ക് ഓക്സിജൻ പ്ലാന്റ് നിറയ്ക്കാനുള്ള വണ്ടി കയറാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണമായിരുന്നു. പക്ഷെ 2 പ്രാവശ്യം അവരുടെ ഓക്സിജൻ നിറച്ച വണ്ടി ഇവിടെ വന്നു. ഇങ്ങോട്ട് കയറി വരാൻ വഴി സംവിധാനം ഇല്ലാത്തതുകൊണ്ടും അശാസ്ത്രീയമായ റോഡ് സംവിധാനം അവരെ നിർമ്മിച്ചുകൊണ്ട് അശ്രദ്ധ മൂലം അത് പാഴായി വണ്ടി തിരിച്ചുപോയി. സെപ്റ്റംബറിൽ നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ അവസാനിക്കുകയാണ്. ഇതോടെ 2 കോടി രൂപ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് ഉപയോഗശൂന്യമാകും. ജില്ലയിൽ വീണ്ടും കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ഓക്സിജന്റെ പ്രാധാന്യം ഏറുകയാണ്. നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡില്ലാത്തതിനാൽ പ്ലാന്റും പദ്ധതിയും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. എന്നിട്ടും അധികൃതർ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിലെ കരാർ കമ്പനി ഒഴിവായാൽ പുതുതായി ടെൻഡർ ചെയ്യേണ്ടി വരും. പുതിയ കരാർ ഏറ്റെടുക്കുന്ന കമ്പനി നിലവിൽ പണി പൂർത്തിയാക്കിയ പ്ലാന്റ് തന്നെ ഉപയോഗിക്കുമെന്ന് പറയാനാകില്ല. അങ്ങനെ വന്നാൽ 2 കോടി രൂപ മുടക്കി പണിത പ്ലാന്റും അനുബന്ധ സംവിധാനങ്ങളും പ്രയോജനമില്ലാതാകും. ജില്ലാ ഭരണകൂടം ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് തന്നെ വലിയ നഷ്ടമുണ്ടാകാനാണ് സാധ്യത. ന്യൂസ് 18 ഇടുക്കി. നഷ്ടമായ സ്വർണം വിദ്യാർത്ഥിനികളുടെ സത്യസന്ധത മൂലം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് മലപ്പുറത്തെ ഒരു അധ്യാപിക. വളാഞ്ചേരി കൊട്ടാരം സ്വദേശിനി ദിൽഷാനയ്ക്കാണ് നഷ്ടമായ സ്വർണ്ണാഭരണം തിരിച്ചു കിട്ടിയത്. ആഭരണം കളഞ്ഞു കിട്ടിയ കുട്ടികൾ അത് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു.
കഴിഞ്ഞ ദിവസമാണ് പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികൾക്ക് സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയത്. 1 പവനുള്ള ബ്രേസ്ലെറ്റാണ് എടയൂർ സ്വദേശിനി ദേവികയ്ക്കും വട്ടപ്പറമ്പ് സ്വദേശിനി ജഹാനയ്ക്കും കിട്ടിയത്. സ്വർണവുമായി നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. വളാഞ്ചേരി കൊട്ടാരം സ്വദേശിനി വാഴയിൽ ദിൽഷാനയുടെ ആഭരണമാണ് നഷ്ടപ്പെട്ടത്. ഭർത്താവ് സമ്മാനമായി നൽകിയ ബ്രേസ്ലെറ്റ് നഷ്ടമായ വിവരം ഭയം കാരണം ദിൽഷാന വീട്ടിൽ പറഞ്ഞിരുന്നില്ല. പോലീസിൽ പരാതിയും നൽകിയില്ല. എന്നാൽ സുഹൃത്തുക്കളോടും പരിചയമുള്ള ഓട്ടോ ഡ്രൈവർമാരെയും അറിയിച്ചു. ഇവർ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്തിരുന്നു. ഇത് കണ്ട പോലീസ് ദിൽഷാനയെയും വിദ്യാർത്ഥിനികളായ ജഹാനയെയും ദേവികയും വിളിച്ചു വരുത്തി സ്ഥിരീകരിച്ച ശേഷം ആഭരണം തിരികെ നൽകുകയായിരുന്നു. വിദ്യാർത്ഥിനികളുടെ സത്യസന്ധതയ്ക്ക് പോലീസും ദിൽഷാനയും സമ്മാനങ്ങൾ നൽകി. മധുരം നൽകി സന്തോഷം പങ്കിട്ടാണ് ദിൽഷാന മടങ്ങിയത്. ദിൽഷാന മുൻപ് അധ്യാപികയായിരുന്നു. വളാഞ്ചേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടിംഗ് വിദ്യാർത്ഥിനികളാണ് ദേവികയും ജഹാനയും. ന്യൂസ് 18 തിരൂർ. പൊതുസമൂഹത്തിന്റെ കൂടുതൽ പരിഗണനയും പിന്തുണയും അർഹിക്കുന്നുണ്ട് ഭിന്നശേഷിക്കാർ. അവരിൽ സമൂഹത്തിന് പ്രചോദനമായ വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ് ഷമീർ ഊർപ്പള്ളി എന്ന ഫോട്ടോ ജേർണലിസ്റ്റ്. പുനരുദ്ധാനം എന്ന പുസ്തകത്തിലൂടെയാണ് ഷമീർ ഭിന്നശേഷിക്കാരായ ചിലരുടെ അതിജീവന കഥ പറയുന്നത്. ഒരാളും മറ്റൊരാളെ പോലെയല്ല. എല്ലാവരിലും ഓരോ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരിലും കഴിവുകൾ അനവധി. അത് തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കുമ്പോഴാണ് ജീവിതം വിജയകരമാകുന്നത്. ഒഴുക്കിനെതിരെ നീന്തി ജീവിത വിജയം നേടിയ ഭിന്നശേഷിക്കാരായ 20 ജീവിതങ്ങളെക്കുറിച്ചാണ് ഫോട്ടോ ജേർണലിസ്റ്റായ ഷമീർ ഊർപ്പള്ളി തന്റെ പുനരുദ്ധാനം എന്ന പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത്. സ്പെഷ്യൽ ഒളിമ്പിക്സ് ജേതാവും ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുകയും ചെയ്ത അസീം വെളിമണ്ണ മുതൽ ശാരീരിക വെല്ലുവിളിയെ അതിജീവിച്ച് സിവിൽ സർവീസ് സ്വന്തമാക്കിയ കോഴിക്കോട് സ്വദേശിനി ഷാരിക IAS, വയനാട് സ്വദേശിനി ഷെറിൻ IAS അടക്കമുള്ള 20 പേരുടെ ജീവിത കഥയാണ് പുസ്തകത്തിൽ. ദുബായ് ഭരണാധികാരിയിൽ നിന്ന് സമ്മാനം കരസ്ഥമാക്കിയ ജസ്ഫർ കോട്ടക്കുന്ന്, ഗ്രാഫിക് ഡിസൈനറായ ശ്രീകണ്ഠപുരത്തെ അഞ്ജലി സണ്ണി, അധ്യാപക സഹോദരങ്ങളായ വയനാട് പുൽപ്പള്ളി മരക്കടവിലെ ജിമ്മി ജോൺ, സുമി ജോൺ, വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം മാതമംഗലത്തെ PV ലതിക തുടങ്ങിയവരുടെ അതിജീവന കഥയും പുസ്തകത്തിൽ പറയുന്നു. ഇതിൽ കൊല്ലം ജില്ല, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യത്യസ്തമായ ആൾക്കാരുടെ അനുഭവങ്ങളാണ് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ലൈബ്രറികളിലും അതുപോലെ തന്നെ സ്കൂൾ, NSS, SPC പോലുള്ള യൂണിറ്റുകൾക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുകൊണ്ട് നല്ല റിസൾട്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണം എനിക്കുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വിലമതിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം എത്തിയെന്ന് ഞങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ആ സാധാരണക്കാരനും അതുപോലെ തന്നെ അവരുടെ പേരൻസിനൊക്കെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് പുനരുദ്ധാനം എന്ന പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷം ഭിന്നശേഷി വ്യക്തികളുടെ ജീവിതം പഠിക്കുകയായിരുന്നു ഷമീർ. ഭിന്നശേഷിക്കാർക്ക് പിന്തുണ നൽകുന്ന കുടുംബങ്ങളുടെയും പ്രൊഫഷണലുകളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂടെ സമയം ചെലവഴിച്ചും ഓഫീസുകളിൽ കയറിയിറങ്ങിയുമാണ് പുസ്തകം തയ്യാറാക്കിയത്. ഈ പുസ്തകം ഒരു 6 മാസം മുമ്പ് പുസ്തകം കണ്ണൂരിൽ വെച്ചിട്ട് ഇതിൻ്റെ കവർ പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞ് ബുക്ക് റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ജൂൺ 8-ാം തീയതി കണ്ണൂർ ചാമ്പർ ഹാളിൽ വെച്ചിട്ടാണ് ഒരു ഭിന്നശേഷി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലുള്ള ഭിന്നശേഷിക്കാരായ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു മോട്ടിവേഷനും അവരുടെ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് റിലീസാക്കാന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പുസ്തകം സൗജന്യമായി എത്തിക്കുന്നതോടൊപ്പം പുസ്തകം വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകാനാണ് ഷമീറിന്റെ തീരുമാനം. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാജിക് പബ്ലിക്കേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും സൈന്യത്തിലേക്ക് ആകർഷിച്ച ആർമി കോളിംഗ് ആയിരുന്നു ഷമീറിന്റെ ആദ്യ പുസ്തകം. സുമേഷ് മോറാഴ, ന്യൂസ് 18 കണ്ണൂർ. ഇടുക്കി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ രേഖാമൂലം വിശദീകരണം നൽകാൻ അധ്യാപകരോടും പ്രധാന അധ്യാപകരോടും ആവശ്യപ്പെട്ടെന്ന് ഇടുക്കി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നതിനെതിരെ പ്രവേശന ഉത്സവ ദിവസത്തിൽ രക്ഷിതാക്കൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അധ്യയന വർഷം തുടങ്ങാൻ 2 ദിവസം മാത്രം ശേഷിക്കെയായിരുന്നു ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാൻ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ അധികൃതർ തീരുമാനിച്ചത്. മെയ് 30 മാത്രമാണ് ഡിവിഷൻ തുടരാൻ കഴിയില്ലെന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ അറിയിച്ചത്. ഇതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. അവസാന നിമിഷം മറ്റൊരു സ്കൂളിൽ എങ്ങനെ അഡ്മിഷൻ ലഭിക്കുമെന്നതും ആശങ്കയ്ക്കിടയാക്കി. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ തീരുമാനം പിൻവലിച്ചതായി പ്രധാനാധ്യാപിക അറിയിക്കുകയായിരുന്നു. സ്കൂൾ പ്രവേശന ദിവസം തന്നെ വിവാദമുണ്ടായതിൽ പ്രധാനാധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ.
6 കുട്ടികൾ മാത്രമേ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളൂ എന്ന കാരണത്താലാണ് ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇക്കാര്യം രക്ഷിതാക്കളെയോ PTA-യോ കൃത്യമായി അറിയിച്ചില്ല. സംഭവത്തിൽ വിശദീകരണം ആരാഞ്ഞപ്പോൾ കൃത്യമായ മറുപടി ഉപഡയറക്ടർക്ക് നൽകിയതുമില്ല. ഇതോടെയാണ് രേഖാമൂലം വിശദീകരണം ആവശ്യപ്പെട്ടത്. 8ാം ക്ലാസ് വരെ അവിടെ സ്ഥിരമായി പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്നൊരു ദിവസം ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല എന്നും അവരെങ്ങനെങ്കിലും ക്ലാസ്സുകൾ അവർക്ക് എടുത്തു കൊടുത്ത് അവരെ 9ലും 10ലും തുടർന്ന് വന്നപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തവർ ചെയ്തോളാമെന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കലുഷിതമായ അന്തരീക്ഷം ഒരു നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാക്കിയതിനെതിരെ നമ്മൾ അധ്യാപകരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് പാടില്ലായിരുന്നു. പ്രധാന അധ്യാപിക സ്ഥലം മാറിപ്പോയെങ്കിലും ഇവർ തന്നെ മറുപടി നൽകണമെന്നും DDE പറഞ്ഞു. സാങ്കേതികത്വത്തിന്റെ പേരിൽ വിദ്യാഭ്യാസാവകാശങ്ങൾ ലംഘിക്കില്ലെന്നും ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറത്ത് കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ ചൂഷണത്തിനെതിരെ ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിഷേധം. കോഴി ചില്ലറ കച്ചവടക്കാരുടെ സംഘടനയായ AKRCM, AKSCV എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. കോഴി വ്യാപാരികളിൽ നിന്നും കടകളിലെത്തി മാലിന്യം ശേഖരിക്കുന്നതിന് ഉയർന്ന ഫീസ് വാങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. മലപ്പുറം ജില്ലയിലെ മുഴുവൻ കോഴി വ്യാപാര സ്ഥാപനങ്ങളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. വേസ്റ്റ് നിർമ്മാണത്തിനു വേണ്ടി സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള യൂസേഴ്സ് ഫീ നിലനിർത്തുക, റെൻഡറിംഗ് പ്ലാന്റ് ഉടമകളുടെ അനാവശ്യ യൂസർ ഫീ വർധന പിൻവലിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഞങ്ങളൊക്കെ പാവപ്പെട്ട കച്ചവടക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പ്രതിസന്ധി കാരണം ഒരു നിവൃത്തിയില്ലാത്തതിന്റെ പേരിലാണ് ഇന്നൊരു സമരം പ്രഖ്യാപിച്ചത്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 4-5 ദിവസം കഴിഞ്ഞാൽ പെരുന്നാൾ വരികയാണ്. ഈ പെരുന്നാൾ പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ കിങ്കരന്മാരെ നിലക്ക് നിർത്താൻ സർക്കാരും ബന്ധപ്പെട്ട DLFMCയും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കം ആളുകൾ തയ്യാറാകണമെന്ന് ഞങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളൂ. എന്നാൽ അപ്രതീക്ഷിതമായ സമരം ജനങ്ങളെ ബാധിച്ചു. വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിക്കണമെന്നും കടയിലെ മാലിന്യം സുഗമമായി നീക്കം ചെയ്യണമെന്നും കളക്ടർ ഉത്തരവിട്ടിട്ടും കമ്പനികൾ ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. അതേസമയം ബലിപെരുന്നാൾ അടുത്തെത്തിയതോടെ കോഴിയിറച്ചി വില കുത്തനെ ഉയരുകയാണ്. കിലോയ്ക്ക് 220 രൂപ വരെയാണ് ഇന്നത്തെ കോഴിയിറച്ചി വില. ന്യൂസ് 18 തിരൂർ. ഇടവേളയ്ക്ക് ശേഷം നല്ല വാക്ക് കാണാം.